CCTV കൂടാൻ പോലീസുകാരെ തന്നെ ഉണ്ടാവും ക്യാമറ. അത് പരിക്കുണ്ടെങ്കിലല്ലേ, അതൊരു നാടകമാണ്. അങ്ങനെ സംഭവമില്ല. കണ്ണൂർ എന്തോ ഉണ്ടായിട്ടുണ്ട്. ടച്ച് ചെയ്തത് ഇന്നലെ നമ്മളെ വാർത്താ മാധ്യമങ്ങളൊന്നും കണ്ടിട്ടില്ല. ഇലക്ഷനുടെ മുൻകരുതലാണ്. അവർക്ക് ഭൂരിപക്ഷം കിട്ടില്ല എന്നുള്ളൊരു തോന്നലുണ്ട്. അയാൾക്ക് ആകെ എക്സ്പ്രഷൻ അയക്കും. പ്രതിഷേധിക്കാം, അത് ഏത് കാര്യത്തിലും അതിന് ജനങ്ങൾക്ക് അവകാശം. ജനാധിപത്യ രാജ്യമാണ്. നമുക്ക് എന്തുണ്ടെങ്കിലും പ്രതികരിക്കാം, പക്ഷെ അതതിന്റെ രീതിയിലായിരിക്കും. ഈ 10 വർഷം തുടർച്ച ഭരണത്തിന്റെ ഇടയിൽ കക്കല് മുക്കല് നക്കല് ഇത് മൂന്നും ഇല്ലാത്ത രാഷ്ട്രീയമാണ്. നമസ്കാരം. കേരള രാഷ്ട്രീയം ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ആരോഗ്യമന്ത്രി വീണ ജോർജിന് നേരെയുണ്ടായ ആക്രമണത്തെക്കുറിച്ചാണ്. ഇന്നലെ കണ്ണൂരിൽ വെച്ച KSU പ്രവർത്തകരുടെ പ്രതിഷേധത്തിനിടെയാണ് ഇത്തരത്തിൽ ഉന്തിലും തള്ളലും പെട്ട് ആരോഗ്യമന്ത്രിക്ക് പരിക്കേൽക്കുന്നത്. കഴുത്തിനും കൈക്കും പരിക്കേറ്റു എന്നുള്ളതാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ. ആരോഗ്യമന്ത്രിയെ കണ്ണൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. എന്നാൽ അതേസമയം ഈ ഒരു വാർത്ത പുറത്തു വന്നതോടുകൂടി 2 തരത്തിലുള്ള വാദങ്ങളാണ് ഉയരുന്നത്. ഒന്ന്, തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ആരോഗ്യമന്ത്രിയും ഇടതുപക്ഷവും നടത്തുന്ന ഒരു നാടകമാണ് ഇത് എന്നുള്ള വാദവുമായി രംഗത്ത് വന്നിരിക്കുന്നത് K. സുധാകരനും VD സതീശനും അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളും UDF നേതാക്കളുമാണ്. എന്നാൽ അതേസമയം ആരോഗ്യമന്ത്രിക്ക് നേരെ ഉണ്ടായത് ഏറ്റവും അപലപനീയമായ സംഭവമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് LDF നേതാക്കൾ ഈ ഒരു വിഷയത്തെ നോക്കിക്കാണുന്നത്. നേതാക്കൾ മാത്രമല്ല, അണികളും 2 തട്ടിലായി തിരിഞ്ഞുകൊണ്ട് 2 വാദങ്ങളും ഉന്നയിക്കുന്നുണ്ട്. എന്ത് തന്നെയായാലും ഇതിൽ ഇപ്പോൾ ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്നതിനെ കുറിച്ച് മറുനാടൻ ഒന്ന് അന്വേഷിക്കുകയാണ്. മറുനാടൻ ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് നഗരത്തിലാണ്. കോഴിക്കോട് ജനങ്ങൾക്ക് ആരോഗ്യമന്ത്രിക്ക് നേരെയുണ്ടായ ഈ ഒരു ആക്രമണത്തെ കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു പ്രതിഷേധത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്നതിനെ കുറിച്ച് നമുക്കൊന്ന് ചോദിക്കാം. ഇതിനെപ്പറ്റി ഒന്നും കാണില്ലല്ലോ. അല്ലാതെ ജനങ്ങൾ ദൂരമായി അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവുന്നുള്ള പോരല്ല. എത്ര പോലീസുകാരും ആകെ 3 or 4 പ്രവർത്തകന്മാരാണ് KSUവിന്റെ. അവിടെയെല്ലാം സംഭവം നടക്കണേ. അപ്പൊ ഈ പോലീസിന് ഒരുപാട് ക്യാമറക്കാരുണ്ട്, ഒരു ക്യാമറ അല്ല. CCTV കൂടാൻ പോലീസുകാരെ തന്നെ ഉണ്ടാവും ക്യാമറ. അതിനൊന്നും ഒന്നുമില്ലല്ലോ. 100%. കാരണമൊക്കെ രാഷ്ട്രീയ ഇലക്ഷന് വരുന്നേ. ഇലക്ഷന് മുന്നോട്ടുള്ള ജനങ്ങളെ കണ്ടിപ്പൊടിയുള്ള ശ്രമമാണ്. അഭിപ്രായം തന്നെ. കാരണം എന്താ, റിയലായിട്ട് മീഡിയകളും മറ്റേ ചാനലുകളുള്ള ഒരു കാലഘട്ടത്തിൽ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു കഴുത്തിന് പരിക്കുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. കഴുത്തിന് പരിക്കൊന്നും കാണാൻ റിയലായിട്ട് കാണുന്നില്ല. കണ്ടെങ്കിലല്ലേ, പരിക്കുണ്ടെങ്കിലല്ലേ, അതൊരു നാടകമാണ്. ഞാൻ അതിനാ വിശ്വസിക്കുന്നത്. ഞാൻ ഇന്ന് നേരം വെളുത്തപ്പോഴാണ് പേപ്പർ നോക്കിയപ്പോ അത് കണ്ടത്. അപ്പൊ തന്നെ ഇങ്ങനെ പ്രതിപക്ഷ നേതാവ് പറയുന്നുണ്ട്, ഒന്ന് ആ TV-യിലുള്ള ഭാഗം ഒന്ന് കാട്ടിത്തരാൻ. എല്ലാത്തിലും ഇപ്പൊ TV കാണിക്കാണ്. അങ്ങനെ ആക്രമിക്കുന്നത്, നിങ്ങളെ ഞാൻ തള്ളുന്നത്, മറ്റാള് ഉന്നുന്നത്, എല്ലാരും പരസ്പരം കാണുകയാണ്. അത് കാണാത്തതിന് പേരിൽ നമ്മള് പരിപൂർണമായിട്ട് തള്ളിക്കളഞ്ഞു. അങ്ങനെ സംഭവം ഇല്ല, അങ്ങനെ ഒരു സംഭവം ഇല്ല. കണ്ണൂർ എന്തോ ഉണ്ടായിട്ടുണ്ട്, റെയിൽവേ സ്റ്റേഷനിൽ നിന്നാ പറഞ്ഞത്. അവിടെ എന്തോ ഉണ്ടായിട്ടുണ്ട്. ഈ സംഭവം എന്നുള്ള ആക്രമണം ഒന്നും ഉണ്ടായിട്ടില്ല. ഉണ്ട്. 5 പേര് ഏറ്റവും ഉള്ളവരാണ് അവിടെ ആ സ്പോട്ടില്. അവര് കരിങ്കോഴി കാണിച്ചെന്നാ പറഞ്ഞേ. എന്തോ അത് നിങ്ങൾ ഈ ചോദ്യം അത് ഓരോടാ ചോദിക്കണ്ടേ. നമുക്ക് കരിങ്കോടിയൊക്കെ കാണിക്കണം ഉണ്ടല്ലോ, അവകാശം ഉണ്ടല്ലോ. ആരോഗ്യമന്ത്രിക്ക് അങ്ങനെ ആക്രമണം ഒന്നും ഉണ്ടായിട്ടില്ല. പരിപൂർണ്ണ ഇല്ലാതിരിക്കട്ടെ, അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. നമ്മള് അങ്ങനെ വിശ്വസിക്കുന്നത്. തട്ടിപ്പ് തന്നെ എവിടെ ടച്ച് ചെയ്ത് കണ്ടിട്ടില്ലല്ലോ. ജനങ്ങൾ പൊതുവെ അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നതാണ്. അങ്ങനെ തന്നെ വിശ്വസിക്കുന്നത്. ആരോഗ്യമന്ത്രിക്ക് പരിക്കൊന്നുമില്ലല്ലോ. ആശുപത്രി കിടക്കേണ്ടതാണ്. ആശുപത്രി കിടക്കാലോ. എന്താ അങ്ങനെയാണ് തട്ടിപ്പാണെങ്കിൽ തട്ടിപ്പത് എവിടെയും ടച്ച് ചെയ്തത് ഇന്നലെ നമ്മളെ വാർത്താ മാധ്യമങ്ങളൊന്നും കണ്ടിട്ടില്ല. അങ്ങനെ തന്നെ വിശ്വസിക്കുന്നത്. അപ്പൊ അത് എന്തെങ്ങനെയാണ്, എന്തായിരിക്കും തട്ടിപ്പിന് പറയുന്ന കാരണം? തട്ടിപ്പിന്റെ കാരണം ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയണതല്ലേ. ആള് അറിയാൻ തന്നെ പോലെ എങ്ങനെയെങ്കിലും ഇപ്പം ഇവരെ ഒന്ന് അടിച്ച് തമർത്തണം, അത്രേ ഉള്ളൂ. ഇലക്ഷനുടെ മുൻകരുതലാണ്. വേറെ ഒന്നുമല്ല. അവര് ജനങ്ങളുടെ അഭിപ്രായമൊക്കെ ചോദിച്ചിട്ട് ഇപ്പൊ അവർക്ക് ഭൂരിപക്ഷം കിട്ടില്ല എന്നുള്ളൊരു തോന്നലുണ്ട്. അയാൾക്ക് ആകെ എക്സ്പ്രഷൻ അയക്കും. VD സതീശൻ അയാൾ കൊടുക്കുന്ന നേതൃത്വത്തിൽ ആക്രമിക്കാനുള്ള പരിപാടി എപ്പെടുത്തി. അങ്ങനാണ് ഇപ്പൊ മനസ്സിലാക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ആക്രമിച്ചാണ് ഞാൻ വിശ്വസിക്കുന്നത്. സംഭവിക്കാൻ പാടില്ല. പ്രതിഷേധിക്കാം, അത് ഏത് കാര്യത്തിലും അതിന് ജനങ്ങൾക്ക് അവകാശം. ജനാധിപത്യ രാജ്യമാണ്. പക്ഷെ ഒരു മന്ത്രിനെ ആക്രമിച്ച പ്രശ്നമാവും.
അത് പാടില്ല. അതാണ് അങ്ങനെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഞാൻ കണ്ട് സംഭവം. അപ്പം അത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ അങ്ങനെ ഇല്ല, ശരിയല്ല. സംഭവിച്ചത് ശരിയല്ല എന്നുള്ളത്? അങ്ങനെ ചെയ്യാൻ പാടില്ലേ? പാടില്ല. അവര് കുറെ നമുക്ക് ഹെൽപ്പ് ചെയ്ത ആൾക്കാരല്ല. ചെറിയ സംഗതിക്കൊക്കെ അടിക്കാൻ പാടില്ല, ചെയ്യാൻ പാടില്ല. ഭയങ്കര പ്രശ്നം. അതിന് ഞാൻ കണ്ടേ. അക്രമ രാഷ്ട്രീയം ശരിയല്ല. അത് ഏത് രാഷ്ട്രീയക്കാരും, കമ്മ്യൂണിസ്റ്റ് ആയാലും കോൺഗ്രസ് ആയാലും അക്രമ രാഷ്ട്രീയം ഇത് സ്വതന്ത്രമുള്ള നമുക്ക് എന്തുണ്ടെങ്കിലും പ്രതികരിക്കാം. പക്ഷെ അത് അതിന്റെ രീതിയിലായിരിക്കും. വീണ ജോർജിനെ ആക്രമിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് കരുതുന്നത്. ചാനലായ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? നിങ്ങളെ പോലത്തെ ഒരുപാട് ചാനലുകാർ അവിടെ ഉണ്ട്. നമ്മളെക്കാട്ടി കൂടുതൽ നിങ്ങൾക്ക് അറിയാം. നമ്മൾ നിങ്ങൾ അയക്കുന്ന വീഡിയോ നമ്മൾ കാണുന്നല്ലേ? അപ്പൊ നിങ്ങൾ എന്താ അഭിപ്രായം പറയുന്നത്? ഇപ്പൊ കുറച്ചു കാലമായിട്ട് ഇന്നേ വരെ ഇല്ലാത്ത ഭയങ്കരമായ അക്രമല്ലേ ഇപ്പൊ കോൺഗ്രസ് ഇതുവരെ ഇല്ലാത്ത സംഭവം. ഇതെന്താ വെച്ചാല് കഴിഞ്ഞ കോർപ്പറേഷനിലെ ഇലക്ഷൻ കഴിഞ്ഞു. അതിന്റെ സമയത്ത് പിന്നെ ശബരിമല അയ്യപ്പൻ കട്ടതും പൊക്കിയതും കൊണ്ടത് എന്താ ഇപ്പൊ അയ്യപ്പനും സ്വാമിയൊന്നും ഇല്ലേ? അത് ഇലക്ഷൻ കഴിഞ്ഞാൽ നിങ്ങളടക്കം ചാനൽ നിങ്ങളെ പോലത്തെ ചാനലുകാർ പബ്ലിക്കായിട്ട് ഒരുപാട് കൊണ്ടുവന്നിട്ടുണ്ട് ഇല്ലേ? ഇപ്പൊ നിങ്ങളെ പോലത്തെ ചാനലുകാർ വരില്ല, സ്വർണം കട്ടോലും ഇല്ല, മുക്കിയോലും ഇല്ല, നക്കിയോലും ഇല്ല. അതേമാതിരി അടുത്തത് ഒരു ഇലക്ഷൻ വരുന്നു. അപ്പൊ ഈ 10 വർഷം തുടർച്ച ഭരണത്തിന്റെ ഇടയിൽ കക്കല് മുക്കല് നക്കല് ഇത് മൂന്നും ഇല്ലാത്ത രാഷ്ട്രീയമാണ്. അതുകൊണ്ട് ഈ അടുത്തൊരു തുടർഭരണം കൂടി കിട്ടിക്കഴിഞ്ഞാൽ കേരളത്തില് കോൺഗ്രസ് ഇല്ല. അപ്പൊ അതിന് എന്തെങ്കിലും ഉണ്ടാക്കി കൊണ്ടുവരാൻ വേണ്ടിയുള്ള അക്രമ രാഷ്ട്രീയമാണ്. അത്ര എനിക്ക് പറയാനുള്ളൂ.